കാരണം അങ്ങോട്ടേക്ക് നല്ല ഒഴിക്കുക. വെള്ളം ഇങ്ങനെ വലിച്ച് നന്നായിട്ട് മേലേക്ക് വരണം. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആര്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് മഴയൊക്കെ പെയ്തിട്ട് ചെറിയ രീതിയിലൊക്കെ തോട് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ തോട്ടിൽ നമ്മളുടെ വല ഉണ്ടല്ലോ, പരലിൻ്റെ വല വെച്ചിട്ട് കുറച്ച് പരൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലൊന്ന് ഇറങ്ങുവാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 8 മണിയാവാറ്, 8 മണിക്ക് 5 മിനിറ്റ് ആ റേഞ്ചിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു നേരത്ത് പോയി നോക്കട്ടെ. പോയിട്ട് കുറച്ച് നേരത്തെ പരിപാടി, ഒരു 1.5 മണിക്കൂറൊക്കെ ഒന്ന് വെച്ച് നോക്കാം. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൊണ്ട് പോരാം. ഇല്ലയെന്നാണെങ്കിൽ സാധാരണ നൈറ്റിൽ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഞാൻ രാവിലെ വരെ അപ്പോൾ വല ഇട്ട് വെച്ച് പോരും. എന്തായാലും ഈ ഒരു വലയിൽ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകണം. പരലല്ലേ, കാരണം ചാൻസ് ഏറെ കൂടുതലാണ്. ഡേഞ്ചറസ് ഏരിയ ആട്ടത് നമ്മളവിടുത്തെ. റോഡ് ഇത്ര ഡേഞ്ചറായിട്ടുള്ള ആ ഒരു ഏരിയ ഉള്ളൂ. അത് ഈ ഒരു ഏരിയയാണ്. കാരണം വഴിക്ക് വീണ് ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ വല കേട്ടോ. നമ്മൾ ചെറിയ കണ്ണിയാണ് ഉപയോഗിക്കുന്നത്. വലുതുണ്ട് കണ്ണൻ്റെയിലൊക്കെ വേണമെങ്കിൽ. തോടിൻ്റെ അവസ്ഥ ഉണ്ടോളി, നല്ല കട്ട കലക്കാണ് വെള്ളത്തിന്. ഉണ്ടാ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെക്കാം. നമുക്ക് തുടങ്ങല്ലേ. ഇന്ന് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പണിയാണ്, വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കളിയാണ് കളിക്കേണ്ടത്. ഒരു വേസ്റ്റ് ഇതാ പോകണം. അപ്പുറത്ത് നമ്മുടെ താട്ടനുണ്ട്. അപ്പോൾ താട്ടൻ ചോദിക്കുക തണ്ടാടിയോ എന്ന്. അതെ, തണ്ടാടിയാണ്. പക്ഷേങ്കിൽ ഏനെ ഞാൻ അവിടെ ഇങ്ങനെ ക്രോസ് അടിച്ച് എഴുതിയിട്ടിങ്ങനെ ഈ ചാലിനെ, ഇവിടെ ചാലുണ്ട് അങ്ങോട്ട് കവുങ്ങക്ക് കയറണേ. അപ്പോൾ അതിന് കണ്ടോ പാരലാണ് ഈ ചാടുന്നത്. ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വല്ല നമ്മളെ നമ്മളെ വല്ല തിരക്കേടില്ലാത്ത നിങ്ങളുണ്ട് കേട്ടോ. എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അതാ ചെരുപ്പ് പോയടാ. കൊന്തി ചെളി ഉണ്ട് ഇതിലേ. അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കുണ്ട് ഇതിലേ. കണ്ട ഞാനിപ്പോൾ 2 റൗണ്ട് ഇറങ്ങിയത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വല കുറച്ചുകൂടി മേലോട്ട് കയറ്റണം. പിന്നെ അത് മാത്രമല്ല വലൻ്റെ പൊസിഷനൊക്കെ ഒന്നുകൂടി കറക്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് കുത്തിയുള്ളത്. അപ്പോൾ അതൊന്ന് ഊരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പോകുന്നു. അത് ലോഡ് കൂടുതലായിട്ടാണ്. കാരണം അങ്ങോട്ടേക്ക് നല്ല ഒഴിക്കുക. വല ഇങ്ങനെ വലിച്ച് നന്നായിട്ട് മേലേക്ക് വരണം. അതാ കയറിപ്പോരട്ടെ നന്നായിട്ട് കയറണം. ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മൾ കയറി പോകുന്ന ഏരിയ ഇതാട്ടാ. പലവട്ടം എന്താ പറയുക, ഈ മലമ്പാമ്പൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഏരിയയാണ് ഈ ഏരിയ എന്നൊക്കെ പറയുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ മൈൻഡാക്കണ്ട. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ത്തി കുത്തണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വലനെ നല്ല രീതിയിൽ പൊസിഷൻ കറക്റ്റാക്കി ഇടണം. പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി അരൂല് കിടക്കണം. ഓക്കെ, ഈ റേഞ്ചിലവിടെ കിടക്കട്ടെ. ഞാൻ അവിടെ ഓക്കെ. ഈ അടിഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഞാൻ കരുതിയ ഏരിയ കൂടെ തന്നെയാണ് വല നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു വിഷയം ഫീൽ ചെയ്യണില്ല. പിന്നെ ഇവിടെ ഉണ്ടാ, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഞാൻ കാണിച്ചു തരാം. വെള്ളം പറ്റിയപ്പോൾ ആളുകൾ തിരുമ്പിന്നൊരു കല്ലാണ് ഇവിടെ ഉള്ളത്. അതായത് എൻ്റെ ഈ കാൽ നിൽക്കുന്നത് മനസ്സിലാ, ഇതൊരു കല്ല. അവിടെ തിരുമ്പാൻ കല്ലുണ്ട്. അതുപോലെ തന്നെ 1-2 കല്ലുകളുണ്ട്. ഞാൻ ഒന്നുമ്പോൾ വീഴാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് മനസ്സിലായത് ഇവിടെ കല്ലുണ്ട്. ഇവിടെ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ ഏട്ടാ. ഇങ്ങനെ ഇടല്ലേ. ഇങ്ങനെ കിടക്കട്ടല്ലേ. അപ്പോൾ ഇവിടം തൊട്ട് ഇതാ കാണുന്ന അത്ര ഏരിയ നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിലാട്ടാ. അത്രയും ഏരിയയാണ് നമ്മുടെ വല നീളമുള്ളത്. നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. എന്നിട്ട് പോയി വരുമ്പോൾ കുത്തുന്നതല്ല, ചെറുവാഗയാണ് അല്ലേ. കോട്ടിയായനെ കോട്ടിന്റെ കൊത്തന്നെ സത്യം പറഞ്ഞാൽ കുറെ കഴിഞ്ഞ് പിരാന്താക്കും. എന്താ കുടൽമലോ അല്ല, ഷൂ എന്തെങ്കിലും വേണട്ടെ. നമ്മൾ ഈ രാത്രി ഇറങ്ങുമ്പോഴേ എന്തെങ്കിലും ജന്തുക്കൾ കാലുമലൊക്കെ നക്കിയാലേ അത് നമുക്ക് ടെൻഷനേ കയറാം. ആ പോകുന്ന ലൈറ്റ് താട്ടനാട്ടാ. താട്ടന് ഇവിടെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ താട്ടാന്ന് വിളിക്കുക. താട്ടെന്ന് പറയുമ്പോഴേക്ക് ഏട്ടൻ, ജ്യേഷ്ഠൻ എന്നൊക്കെയാണ് അർത്ഥം. താട്ടൻ പല ഭാഗത്തും ഇട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന ആൾ. ഞാൻ തന്നെ വല ഒന്ന് പൊക്കിയോട്ടെ, 1/2 മണിക്കൂറിൻ്റെ മേലെയായി.
നമ്മൾക്കൊരു മീനിടാനൊരു കവർ എന്തെങ്കിലും വേണം. അപ്പം ഈ ഒരു കവർ എന്താ അവസ്ഥ? ഞാൻ കവർ എടുത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒന്നും മറക്കാൻ വെക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്യാമ്പിങ് ആണെങ്കിലും ഇതാണെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത് മതി, നല്ല കവറാണ്. നമുക്ക് നല്ലേ പതുക്കെ ഇറങ്ങി നോക്കാം. എന്നിട്ട് നമുക്ക് വല്ലതും തടയുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മളെ വലയാണ് ഈ കിടക്കണേ. അയ്യോ അയ്യോ, വല വലിച്ചൊന്നും പോയിട്ടില്ല. പതുക്കെ പതുക്കെ നോക്കാം നമുക്ക് വല്ലതും കിടക്കുമോ എന്നുള്ളത്. ഈ ഒരു ഏരിയ ഒക്കെ നോക്കുമ്പോൾ കാലിയായിട്ട് കിടക്കുകയാണ്. ആഹാ, നോക്കാൻ സുഖം കേട്ടോ ഇങ്ങനെ കാലിയായി കിടക്കുമ്പോൾ. ഷടാ, ഇത്രയും കലക്കുണ്ടായിട്ട് ചകിരി ഒന്നും നടക്കണില്ല പറഞ്ഞാൽ ശരിയല്ല കേട്ടത്. അവിടെ ഒന്നുമില്ല. വല നല്ല രീതിയിൽ തന്നെയാണ് ഇട്ടിക്കണേ. ഉള്ളതിൽ നല്ല സ്പോട്ടാണ് തോട്ടിലിത്. ഇവിടെ ഒരു വിരലിറക്കാം. ഇവിടെ ഒരു വിരലുണ്ട്. ഉണ്ട്, അതിന് കയറുന്നത് നല്ല പരലായിരിക്കും. നല്ല അടിപൊളി മുടുക്കാച്ചി പരലായിരിക്കും. എടുക്കട്ടെട്ടാ. ഇനി അങ്ങോട്ട് അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് പൊക്കി നോക്കി ഇങ്ങനെ പോവാം. ചെങ്ങര സ്റ്റെപ്പ് ഇറങ്ങാണ്. അതായത് നമ്മൾ 2 റൗണ്ട് മീനിനെ നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വല ഒരു സൈഡിലുണ്ട്. പിന്നെ നേരത്തെ പോലെയല്ല, തോട്ടിലെ വെള്ളമൊക്കെ വറ്റി ഈ കല്ല് കാണാൻ തുടങ്ങി. ഈ കല്ല് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരുമ്പാൻ കല്ല്. ഇതുമ്പിലാണ് ഞാൻ നേരത്തെ വീഴാൻ വേണ്ടിയിട്ട് പോയത്. ഇപ്പം സമയം എന്ന് പറയുന്നത് ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഞാൻ എന്തായാലും കവർ എടുത്തുക്കണം മീനിടാൻ വേണ്ടിയിട്ട്. ഞാനിതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ താട്ടന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പാലത്തിന് താട്ടുണ്ടായിരുന്നു. താട്ടൻ എനിക്ക് മീനൊക്കെ തന്നിട്ടുണ്ട്. താട്ടനെ പറ്റിയ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി. ആരിലാണ് ഈ കുടുങ്ങി കിടക്കണേമാരെ? ആരില് എൻ്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ആരിൽ എന്ന് പറയുന്ന സാധനം. അതാണ് ഈ കുടുങ്ങി കിടക്കണത്. എൻ്റെ മോനെ, ഇതിനൊക്കെ വലുത് നമുക്ക് എന്താ വേണ്ടി? അതാണെങ്കിൽ പെരും കുടുക്കം കുടുങ്ങിയിട്ടുണ്ട് ആരിൽ. ഇതിനെ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ആരിലിന് മുള്ള് കൂടുതലാണ്. എങ്ങനെ ആരിലൊക്കെ കുടുങ്ങിയെന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. അത് പെടക്കണം കൂടി ഇല്ല. അത് ചത്ത കുറേ നേരമായി കൊണ്ട് കുടുങ്ങിയിട്ട്. ഞാൻ നോക്കട്ടെ ജസ്റ്റ് കിട്ടുമെന്നുള്ളത്. കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് അത്ര കണ്ട് മുള്ളാണ്. ഞാൻ ഡയലോഗ് ഉണ്ടാവില്ല, ഇതിൻ്റെ ലൈറ്റിൻ്റെ വായിലൊക്കെയാണ്. ആരിലിതിൽ കയറിയേക്കണ്ടോ? ആരിലൊക്കെ ആദ്യമായിട്ടൊക്കെ വലയിൽ ആരിലിടണം. അതേപോലെ തന്നെ ഇവിടെ ഒരു പരലിനെ കാണാം, നല്ലൊരു പരൽ. ഇനി നമുക്കിങ്ങനെ പൊക്കി 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 പോയി നോക്കാം. ആരിൽ വരെ കുടുങ്ങിയ വല കേട്ടോ നമ്മളെ വല. ഇത്രയും ദിവസമായിട്ട് എനിക്ക് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ആരിലൊന്നും വല കയറിയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കിട്ടുന്ന 1-2 മീനൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. അതിലുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വറുത്ത് പൊരിച്ചിട്ട് ഒക്കെ പോവാം.
നോക്കട്ടെ. ഏതായാലും വല ഞാൻ ഇന്ന് എടുക്കുന്നില്ല, നാളേക്ക് എടുക്കുന്നുള്ളൂ. ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ, കുറച്ച് മീനുള്ളെങ്കിലും ഇതിലേക്കുള്ള മസാല ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക, കഴിക്കുക എന്നുള്ളതാണ്. അത് മതിയാവുന്ന കരുതണം. ഇതിലേക്ക് നമ്മളുടെ മീനൊക്കെ നനഞ്ഞിക്കൊണ്ടുകൊണ്ട് എണ്ണ ഇല്ലാതെ ഉണ്ട് അടിപൊളിയായിട്ട് പിടിക്കും. ഉഷാറായിട്ട് കത്തി കാറ്റില്ല നമ്മുടെ ചട്ടി. ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പുകയൊക്കെ പാറുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് എണ്ണ ഒഴിക്കണം. നമ്മുടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഉഷാറായിട്ട് കുറച്ച് വെള്ളം അവിടെ ഉണ്ടായിരുന്നു, അതാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. ഒന്ന് അകലം വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പൊട്ടിത്തെറിച്ച് ചട്ടി മൊത്തത്തിലൊന്ന് നനച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നനച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായതിൻ്റെ പുകയാണ് വരുന്നത് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഒരു മീൻ വെച്ച് കൊടുക്കാം, രണ്ടാമത്തെ മീൻ അതും വെച്ച് കൊടുക്കാം, മൂന്നാമത്തെ മീൻ അതും വെച്ച് കൊടുക്കാം. ഇനി അത് കടന്ന് വേകട്ടെ. കിട്ടിയിട്ടുള്ള മീൻ കരിഞ്ഞിട്ടുണ്ട്, എണ്ണ ഉണ്ട് നന്നായിട്ട്. എൻ്റെ മക്കളെ, അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഫസ്റ്റ് കടിച്ചതിൽ എണ്ണ നന്നായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ. ചൂടാ. ഇതാണ് ഇപ്പോൾ നമുക്ക് താട്ടം എന്നുള്ള കോട്ടിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ആ റേഞ്ചിക്ക് ആൾ മാറിയിട്ടുണ്ട്. ഒന്നും പറയല്ല, തോട്ടത്തെ മീൻ അത് ഫ്രഷോടെ, ഐസ് ഇടാത്ത സാധനം. ഞാൻ ലാസ്റ്റായിട്ട് ഒരു വട്ടം കൂടി പോയി നോക്കിയിട്ട് നമ്മൾക്ക് ഒരാരിലും കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ലൈറ്റിൻ്റെ വെട്ടക്കുറവ് കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒക്കെ ഞാൻ പറ്റുന്ന എഡിറ്റിങ്ങിൽ ചെയ്തുതരാം, ഇല്ലെന്നെ കഴിയില്ല. ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചാക്കിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു സാധനം പോലും ബാക്കിയില്ല. ഈ ഒരു വെള്ളക്കുപ്പി ഇന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇതും കൂടി ആ ഒരു ബാഗിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോകും. സമയം എന്ന് പറയുന്നത് 10:50 ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ ബാക്കി നോക്കാം. ഒരു ഉറപ്പില്ല നമ്മളുടെ വല തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ. കാരണം നീർനായ്ക്കളുടെ ശല്യം ഇപ്പോൾ ഈടായിട്ട് തോട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഹായ് ചെയ്യാമറേ. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മളുടെ വല അത് നമുക്ക് പോയി നോക്കണം. പിന്നെ മഴ പെയ്തായിരുന്നു ചെറുതായിട്ട് ഇന്നലെ. ഇപ്പോൾ ഒരു 6:20 6:30 ആ ടൈമൊക്കെയാണ്. ഞാൻ ആ ഒരു തോട് ലക്ഷ്യം വെച്ച് പോവുകയാണ്. എൻ്റെ നാടൊക്കെ ഉണർന്നുള്ളൂ കേട്ടോ. പുറത്തേക്കൊന്നും ആരും കാണൂലേ നേരത്തെ. ആകാംക്ഷയോടെ ഞാൻ തോടിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ വലയുടെ പൊങ്ങൊക്കെ കാണുന്നുണ്ട് അവിടെ. വല ഉണ്ട് ഇവിടെ. ഇനി വലൻ്റെ കോല എന്താണെന്ന് നോക്കണം. ഈ നേരത്തെ പാടം, ഇവിടുത്തെ ചീടുകളുടെ ശബ്ദമൊക്കെ കേൾക്കാം. അതിന് ഞാൻ ഇറങ്ങി നോക്കട്ടെ. ആ ഒരു ചെറിയൊരു മഴയ്ക്ക് വെള്ളം കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇറങ്ങുവാണേ, ചെറിയ രീതിയിൽ ഇറങ്ങിക്കൊടുക്കാം. ഈ വലയിൽ തോട്ടിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ വേറെ പ്രശ്നം കൂടിയുണ്ട്. വലയിൽ നീർക്കൂലി കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഒരു പണിയാണ്. മീനൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കിടക്കുന്ന മീനുകൾക്കൊക്കെ പരിക്കുണ്ടാവുക. മീനാകെ ഒന്നേ കണ്ടോളൂ കേട്ടോ. ഇവിടെ ആകെ ഒരു മീനുള്ളൂ. ഇത് രാവിലെ കുടുങ്ങിയതാണ്. കോയാട്ടി എന്ന് പറയുന്നൊരു മീനാണത്. കോയാട്ടി, ഞങ്ങളുടെ നാട്ടിൽ തന്നെ കോയാട്ടി എന്ന് പറയാം. അതൊരു കോട്ടിയുടെ രൂപം തന്നെ.
എൻ്റെ സ്റ്റേജിലൊക്കെ കുടുങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും കവർ എടുത്തിട്ടുണ്ടോ? കവർ എടുക്കാത്ത കേസൊന്നുമില്ല. വല നന്നായി വല വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നാക്കി ക്ലിയറാക്കി ഒക്കെ ചെയ്യാനാണ് പണി. ആര് പറഞ്ഞു? നീർനായകളുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. വല കീറിക്കണല്ലോ ഇവിടെയൊക്കെ. മീൻ എവിടെയുള്ള വെച്ചാൽ അവിടെ ആയിരിക്കും. അവിടെ ആക്കണ ഒരു പരൽ തുടങ്ങിയിട്ട് അതൊക്കെ ഇപ്പം ഈ ഒരു നേരത്തെ കുടുങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ എന്താ വെച്ചാൽ ഇവിടെ രണ്ടെണ്ണമുണ്ട്. ഒരു കോയാട്ടിയും കൂടി കുടുങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ ജീവനുണ്ട്. പിന്നെ രാത്രി കുടുങ്ങിയതല്ല ഇവരൊന്നും. ഇതൊക്കെ ഇപ്പോൾ കുടുങ്ങിയ സാധനങ്ങളാണ്. ഇത് നല്ല ഒരു എന്താ പറയുക, കടുങ്ങാലിപ്പെരലല്ല, കുറുന്തലപ്പെരൽ പറയും. കുറുന്തല വാലിലൊക്കെ പുള്ളിയൊക്കെ ഉള്ള അങ്ങനെ കുറുന്തലപ്പെരലാണത്. ഇന്നാളെ ഞാനിങ്ങനെ കറൂപ്പിനെടുത്തപ്പോൾ കറൂപ്പ് പറയുന്നത് പൊരിക്കണേനാണോ കറൂപ്പ് എന്ന് പറയുന്നത്? അല്ല, മീനിൻ്റെ പേരാണ് ഞാൻ പറയണത്. പൊരിക്കണതും വറുക്കുന്നതൊക്കെ ഞാൻ പ്രത്യേകം പറയും, നിങ്ങൾക്ക് കൂടി മനസ്സിലാവും. ഇത് കോയാട്ടിയാണ്. ഇത് നേരത്തെ ഫസ്റ്റ് കിട്ടിയ കോയാട്ടിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലൊരു കോയാട്ടിയാണ്. എന്താ, കുറച്ചുകൂടി നല്ലൊരു കോയാട്ടിയാണ്. അത് കഴിക്കാൻ ടേസ്റ്റുള്ള മീൻ തന്നെയാട്ടോ ഈ കോയാട്ടി പറയുന്നത്. നമ്മുടെ ഈ തോട്ടിലെല്ലാ മീനുണ്ട്. 3 മീനാണ് നമുക്ക് ഇത്രയും വലിയ വലയിൽ നിന്നും ഈ ഒരു നേരത്തെ കിട്ടിയത്. ഈ വല വയ്ക്കുക എന്ന് പറയുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷേങ്കിൽ ഇത് മടക്കലും ഇത് വൃത്തിയാക്കലൊക്കെ നല്ല പണിയുള്ള കാര്യമാണ്. വല വെച്ച് മീൻ പിടിക്കുക എന്ന് പറയുമ്പോൾ സുഖമാണ്, അത് പറഞ്ഞാൽ മതി. ഇത് ചെയ്യുക എന്നുള്ളത് ரொம்ப ടാസ്ക്കാണ്. വയ്ക്കാനും സുഖമാണ്, പക്ഷെ എടുക്കുമ്പോഴാണ് പണി കൂടുക. ഇതിലുള്ള ഓരോ ഇലകളും ചപ്പും ചവറൊക്കെ ഒഴിവാക്കണം. അപ്പോഴേ ഈ വലക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ തോടൊക്കെ ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് വന്ന് ചപ്പ് കുടുങ്ങും. ഇപ്പം ഇന്നൊക്കെ കുറവാണ് ചപ്പ് എനിക്ക്. എന്നാലും അതിന് ഫുള്ള് വല നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെ ചുറ്റോടി ചുറ്റിയാൽ മേൽഭാഗം ഊരിപ്പോവില്ല. എല്ലാ സാധനവും കയ്യിലെടുത്തിട്ട് ഞാൻ നേരെ വീട് പിടിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇന്നും പാടെ കിട്ടിയിട്ടുള്ള മീൻ നമുക്ക് ഒരു വരയ്ക്കുള്ള മീനുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞതുപോലെ ഈ ഒരു നേരത്തല്ല നമ്മൾ വല വെക്കേണ്ടത്. ഞാൻ പിന്നെ ഇന്നലെ ആ ഒരു വെള്ളത്തിൻ്റെ കലക്കം കണ്ടുകൊണ്ട് വെച്ചതാണ്. ഈ ഒരു നേരത്തെ വെച്ച് ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ. എല്ലാം തന്നെ പെരലിൻ്റെ വലയാണ് വന്നത്, ചെറുകണ്ണിയാണ്. കൂടുതൽ മീൻ കിട്ടാൻ ചാൻസുള്ള വലയാണത്. എന്തൊക്കെയായാലും ഞങ്ങൾ പല വട്ടം സ്ഥലത്തിലൊക്കെ വലയൊക്കെ വെച്ചിട്ട് ഒന്നും കിട്ടാതെ പോയ ദിവസങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇത് വലിയ ലക്കാണ്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു മീൻ അവൾ ആര്യമ്മൾക്ക് ഉണ്ടായി കൊടുക്കും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.